പത്തനംതിട്ട ഓമല്ലൂരിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ ശ്രീലാൽ, ഏബൽ എന്നിവരാണ് മരിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, നിരന്തരം നമ്മൾ ഇങ്ങനത്തെ വാർത്ത നൽകുന്നതാണ്. എന്താണ് സംഭവിച്ചത്? കൂടിയാണ് ഈ ദുഃഖകരമായ വാർത്ത പുറത്തറിയുന്നത്. അവിടെ ഒരു ദൃക്സാക്ഷി ഒരാൾ പ്രദേശത്തുണ്ടായിരുന്നു. ആ പ്രദേശത്തേക്ക് 3 കുട്ടികളായിരുന്നു കുളിക്കാൻ വന്നിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോട് പറയുകയായിരുന്നു വന്നിട്ട് ഇങ്ങനെ 2 കുട്ടികൾ വെള്ളത്തിൽ പോയി എന്ന്. ഉടൻ തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. നാട്ടുകാരും ഈ തെരച്ചിൽ പങ്കാളികളായി. ഫയർഫോഴ്സ് എത്തി. പത്തനംതിട്ടയിലുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. സ്കൂബ ഡൈവിംഗ് ടീമും സ്ഥലത്തെത്തിയിരുന്നു. അവരാണ് ഈ തെരച്ചിൽ നടത്തിയത്. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്രദേശത്ത്, ഈ ഓമല്ലൂർ മേഖലയിൽ നിന്ന് തന്നെ ഈ കുട്ടികളുടെ മൃതദേഹങ്ങൾ, 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ ലഭിച്ചു. ഈ കുട്ടികൾ കുളിക്കാനായി ഇറങ്ങിയതാണ്. ഒരു ട്യൂഷൻ സെന്റർ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. ആ ട്യൂഷൻ സെന്ററിലെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഓമല്ലൂരിലെ ആര്യഭാരതി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. മൃതദേഹങ്ങൾ ഇപ്പോൾ മോർച്ചറിയിലേക്ക്, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എനിക്കൊന്ന് ഇന്നലെയാണ് നമ്മൾ ഒഴുക്കിൽപ്പെട്ടൊരു വാർത്ത ഉണ്ടായിരുന്നില്ല. ഈ മുങ്ങിമരണം ഇന്നലെ ഉണ്ടായിരുന്നത്, പക്ഷെ അതിന് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 4 പേർ മുങ്ങി മരിച്ച ഈ വാഹനാപകടങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്, ക്യാമ്പയിനുകളും നടത്താറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മുങ്ങിമരണങ്ങൾ സംഭവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു മുൻകരുതലിന് എന്ത് കൃത്യമായ കർശന നടപടി എടുക്കാം, അത്തരത്തിലൊരു ക്യാമ്പയിൻ തുടങ്ങണം എന്ന് തോന്നുന്നു അല്ലേ? അത് പ്രേക്ഷകർ പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. അതിന് സമയമായിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. കഴിയുമെങ്കിൽ ഒഴിവാക്കാനാകുന്ന ചില കാര്യങ്ങൾ ഈ സൈൻ ബോർഡുകളൊക്കെ മാഞ്ഞു പോകുന്ന അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സൈൻ ബോർഡ് എന്നതിനേക്കാളും വെള്ളമാണ്. അതിലിറങ്ങിയാൽ അപകടം ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം നമുക്ക് അറിയാത്ത പ്രദേശമാണ്. ഈ മണപ്പുറത്ത് നമുക്കറിയാം, ആലുവ മണൽപ്പുറത്തൊക്കെ നമ്മളറിയാതെ ചുഴി ഉണ്ടാവും. മണലിൽ അധികം വെള്ളമില്ലാതെ നടന്നു പോവാ, പെട്ടെന്നൊരു ചുഴി. അപ്പോൾ അതൊക്കെ ശരിക്കും മുന്നറിയിപ്പ് ബോർഡുകൾ തന്നെ വേണം. അങ്ങനെയുള്ള എന്ത് മുൻകരുതൽ മാർഗങ്ങൾ സ്വീകരിക്കാം? ഇത്തരം മരണങ്ങൾ, ഇനിയുള്ള ജീവനുകൾ പൊലിയാതിരിക്കട്ടെ, അതിന് എന്ത് ചെയ്യാമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്.